ഹലോ എവരിവൺ, പ്രിഫി സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് +2 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ 6ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, രണ്ട് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, മൂന്ന് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അങ്ങനെ മെറ്റീരിയൽസിനെ അവയുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഡയാമാഗ്നറ്റിക്, രണ്ടാമത്തെ പാരാമാഗ്നറ്റിക്, മൂന്നാമത്തെ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. മൂന്ന് സബ്സ്റ്റൻസിന്റെയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ, ഈ പ്രോപ്പർട്ടീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡയാമാഗ്നറ്റിനെയും പാരാമാഗ്നറ്റിക്കിനെയും ഫെറോ മാഗ്നറ്റിക്കിനെയും നമുക്ക് 3 സ്റ്റുഡൻസ് ആണ്, ഒരു സ്കൂളിലെ 3 സ്റ്റുഡൻസ് ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ സങ്കല്പിക്കുക മാത്രമേ ചെയ്യാവൂ. അപ്പോൾ അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നമുക്ക് ഡയാമാഗ്നറ്റിക് പഠിക്കാൻ തീരെ മോശക്കാരനായ ഒരു കുട്ടിയാണ്, പാരാമാഗ്നറ്റിക് പഠിക്കാൻ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ അവൻ പഠിക്കാൻ എക്സലന്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഡയാമാഗ്നറ്റിക് പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഷോർട്ട് ഫോമിൽ ഡയാ പാര ഫെറോ എന്ന് പറയാം. ഡയ പഠിക്കാൻ കുറച്ച് ബാക്കിലാണ്, പാര പഠിക്കാൻ ആവറേജ് ആണ്, ഫെറോ എക്സലന്റ് ആയിട്ട് പഠിക്കും. ആ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ചാൽ, ഞാൻ പറയുന്ന ഉദാഹരണം വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഡയാമാഗ്നറ്റിക്കിനെ നമുക്ക് മൂന്നിനെയും കമ്പയർ ചെയ്ത് പഠിക്കാം. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നമ്മൾ സങ്കല്പിച്ചാൽ അവൻ പഠിക്കാൻ തീരെ മോശക്കാരനായ കുട്ടിയാണ്. അവന് ക്ലാസ്സിൽ പോവാൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറാൻ അവനൊരു ഇഷ്ടക്കേടുണ്ട്. ഡയാമാഗ്നറ്റിക്കിന് ക്ലാസ്സിൽ പോകുന്നത് ഇഷ്ടമില്ല. അപ്പൊ അവൻ ക്ലാസ്സിൽ പോകുന്നതിനോട് അവനൊരു വെറുപ്പാണ്, അല്ലെങ്കിൽ അവൻ വീക്കിലി അട്രാക്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ ക്ലാസ്സിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ദേ ആർ വീക്കിലി അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അവന് ക്ലാസ്സിൽ പോകാൻ ഇഷ്ടമില്ല. ക്ലാസ് എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് കമ്പയർ ചെയ്താൽ ദേ ആർ വീക്കിലി അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അവന് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ക്ലാസ്സിൽ അവന് പോവാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ വീക്കിലി അട്രാക്റ്റഡ് ആയിരിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്, മനസ്സിലാക്കി പഠിക്കുക. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ദേ ആർ വീക്കിലി അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടാമത്തെ ഇവിടെ പാരാമാഗ്നറ്റിക് നമുക്കറിയാം. പാരാമാഗ്നറ്റിക് അവൻ ഇത്തിരി ആവറേജ് ആയിട്ട് പഠിക്കുന്നവനാണ്. ആവറേജ് ആയിട്ട് പഠിക്കുമ്പോൾ അവൻ എന്താണ്, സ്കൂളിൽ പോകാനും ക്ലാസ്സിൽ പോകാനും ഒരു ചെറിയ ഇൻട്രസ്റ്റ് കാണും. അപ്പൊ അത് വെച്ച് നമുക്ക് ക്ലാസ്സിനെ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് കൺസിഡർ ചെയ്താൽ അവന് ക്ലാസ്സിൽ പോകാൻ ഇഷ്ടമായിരിക്കും. ആവറേജ് സ്റ്റുഡന്റ് ആയ പാരാമാഗ്നറ്റിക്കിന് ക്ലാസ്സിൽ പോകാൻ ഇഷ്ടമായിരിക്കും. ദേ ആർ അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അവന് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അവൻ ആവറേജ് സ്റ്റുഡന്റ് ആണ്, ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവന് ക്ലാസ്സിൽ പോകാൻ ആഗ്രഹമുണ്ട്. ദേ ആർ അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അവൻ ക്ലാസ്സിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ദേ ആർ അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മൂന്നാമത്തെ ഫെറോ മാഗ്നറ്റിക്, അവൻ എക്സലന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ നമുക്ക് പറയാം അവൻ എന്തായിരുന്നാലും ക്ലാസ്സിൽ പോകും, ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്ന് നമുക്ക് പറയാം. അപ്പോ ദേ ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ വേണം നമ്മൾ അവിടെ പറയേണ്ടത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ക്ലാസ് ആയിട്ട് എടുത്താൽ ആ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്തിരിക്കും ആര്, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ ക്ലാസ്സിൽ പോകുന്ന കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കുക. ക്ലാസ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് ചിന്തിച്ചാൽ ഡയാമാഗ്നറ്റിക്കിന് ക്ലാസ്സിൽ പോകാൻ ഇഷ്ടമില്ല, അഥവാ ദേ ആർ വീക്കിലി അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. പാരാമാഗ്നറ്റിക് ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ അവന് ക്ലാസ്സിൽ ആവറേജ് പഠിക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് അവന് ക്ലാസ്സിൽ പോകാനും ഇഷ്ടമാണ്. ദേ ആർ അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അവൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ അട്രാക്ട് ചെയ്തിരുന്നോളും. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സലന്റ് സ്റ്റുഡന്റ് ആണ് ആര്, ഫെറോ മാഗ്നറ്റിക്. അവന് ക്ലാസ്സിൽ പോകാൻ നല്ല ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ അവൻ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ക്ലാസ് ആയിട്ട് എടുത്താൽ ആ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് ക്ലാസ്സിൽ പോകാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവൻ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഡയാമാഗ്നറ്റിക്കിന്റെ കേസിൽ വെൻ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, അവനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ it tends to move from stronger to weaker part of the field. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ
ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈ കുട്ടിയെ ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്ന ഈ കുട്ടിയെ നമ്മൾ ക്ലാസ്സിൽ കൊണ്ട് ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തിയാൽ അവൻ എന്ത് ചെയ്യും? കുറച്ച് ദിവസമൊക്കെ അവിടെ ഇരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ബാക്ക് ബെഞ്ചിലേക്ക് പോകും. അപ്പൊ ഫ്രണ്ട് ബെഞ്ചിനെ നമുക്ക് സ്ട്രോങ്ങർ സൈഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങറിൽ നിന്നും വീക്കറിലേക്ക് അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചിലേക്ക് ആര് പോകും? ഡയാമാഗ്നറ്റിക് പോകും. വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെക്കുമ്പോൾ അവന് സ്ട്രോങ്ങറിൽ നിന്നും വീക്കർ പാർട്ട് ഓഫ് ദ ഫീൽഡിലേക്ക് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അതായത് സ്ട്രോങ്ങർ ഫീൽഡിലാണ് അവൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ക്ലാസ്സിലെ ഫസ്റ്റ് ബെഞ്ചിലാണ് അവൻ ഇരിക്കുന്നത്, അവൻ എന്ത് ഒരു ടെൻഡൻസി കാണും? അവന് ബാക്ക് ബെഞ്ചിലേക്ക് പോകാൻ ഒരു ടെൻഡൻസി കാണും. അതാണ് ഡയാമാഗ്നറ്റിക്കിന്റെ കേസ്. വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അവൻ എവിടെ നിന്ന് എവിടേക്ക് പോകാനായിരിക്കും താല്പര്യം? ഇപ്പോൾ അവൻ സ്ട്രോങ് ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിൽ സ്ട്രോങ്ങർ ഫീൽഡിൽ നിന്നും വീക്കർ ഫീൽഡിലേക്ക് പോകാൻ അവനൊരു ടെൻഡൻസി കാണും. സെക്കൻഡ് പോയിന്റ്, പാരാമാഗ്നറ്റിക്കിന്റെ കേസ് വരുമ്പോൾ നമുക്ക് പറയാം പാരാമാഗ്നറ്റിക് പഠിക്കുന്ന കുട്ടിയാണ്. ആദ്യം പാരാമാഗ്നറ്റിക്കിനെ നമ്മള് ബാക്ക് ബെഞ്ച് കൊണ്ടിരുത്തിയാലും അവൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ ഫ്രണ്ട് ബെഞ്ചിലേക്ക് പതുക്കെ വന്നോളും. ഓക്കെ, ഫ്രണ്ട് ബെഞ്ചിലേക്ക് അവൻ വരും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ബെഞ്ച് അല്ലെങ്കിൽ അവൻ ഇരിക്കുന്ന സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമുക്ക് പരിഗണിച്ചാൽ വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ടെൻഡ്സ് ടു മൂവ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്ട് ഓഫ് ദ ഫീൽഡ്. ഇപ്പോ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ വീക്കർ സൈഡിലാണ് നമ്മൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കൊണ്ട് വെക്കുന്നെങ്കിൽ അവൻ നേരെ എങ്ങോട്ട് പോകും? സ്ട്രോങ്ങർ പാർട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പോകും. സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടുണ്ടോ അങ്ങോട്ട് അവൻ പോകും. അങ്ങനെ നമ്മൾ ഡയാമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഫെറോമാഗ്നറ്റിക്കിന്റെ ഡെഫിനിഷൻ പറയാൻ പറ്റും. ഡെഫിനിഷൻ ഇതാണ്: വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അവനെ നമ്മൾ അവൻ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഫെറോമാഗ്നറ്റിക് എക്സലന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അവനും പാരാമാഗ്നറ്റിനെ പോലെ അവനെ ആദ്യം നമ്മൾ വീക്കർ സൈഡിൽ കൊണ്ടിരുത്തിയാൽ അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചിൽ കൊണ്ടിരുത്തിയാൽ അവൻ നേരെ ഫ്രണ്ട് ബെഞ്ചിൽ ചെന്നിരിക്കും. കാരണം അവൻ എക്സലന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വെച്ചോ. അപ്പോൾ എക്സലന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ ബാക്ക് ബെഞ്ചിൽ കൊണ്ടിരുത്തിയാൽ അവനൊരു ടെൻഡൻസി കാണും, ഫ്രണ്ട് ബെഞ്ചിലേക്ക് എങ്ങനെയെങ്കിലും പോകണം എന്നൊരു ടെൻഡൻസി കാണും. അപ്പൊ അതാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ആ സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെച്ചാൽ ഇറ്റ് ടെൻഡ്സ് ടു മൂവ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്ട് ഓഫ് ദ ഫീൽഡ്. വീക്കർ സൈഡിൽ നിന്നും, അതായത് നമ്മൾ ബാക്ക് ബെഞ്ചിൽ കൊണ്ടവനെ ഇരുത്തുകയാണെങ്കിൽ ബാക്ക് ബെഞ്ചിൽ നിന്നും ഫ്രണ്ട് ബെഞ്ചിലേക്ക് വരുന്നു എന്ന് പറയും പോലെ വീക്കർ സൈഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അവൻ നേരെ സ്ട്രോങ്ങർ പാർട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അവൻ മൂവ് ചെയ്യും, അല്ലെങ്കിൽ അവനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ പോലെയാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പക്ഷെ ഒരു ഡിഫറൻസേ ഉള്ളൂ, പാരാമാഗ്നറ്റിക്കിനെക്കാളും നല്ല എക്സലന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണ് ഫെറോമാഗ്നറ്റിക്. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വേണം. ഓക്കെ, അപ്പോൾ അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കൊണ്ടുവയ്ക്കുകയാണ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കൊണ്ടുവച്ചാൽ അവൻ മാഗ്നറ്റിക് ഫീൽഡിനെ പെർപെൻഡിക്കുലർ ആയിട്ടേ നിൽക്കത്തുള്ളൂ. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടേ നിൽക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് ഉദാഹരണം വെച്ച് പഠിക്കാം. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ക്ലാസ്സിൽ ഇരിക്കുകയാണ്, ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുകയാണ്. എല്ലാ കുട്ടികളും ഇങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നിൽക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങോട്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും അവൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് വിൻഡോ ഉണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും, ജനലുണ്ടെങ്കിൽ ആ സൈഡിലോട്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉദാഹരണം വഴി നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോവുക. ഓക്കെ, ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ കേസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എന്നാൽ പാരാമാഗ്നറ്റിക്കിന്റെ കേസിൽ നമുക്കറിയാം അവൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. അവനപ്പോ പഠിക്കാനും ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്യും? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും. എല്ലാ കുട്ടികളും ഇരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെ അവനും ഇരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നിൽക്കും. ക്ലിയർ ആണല്ലോ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റിക് നോർത്ത് പോളും ഇവിടെ ഒരു സൗത്ത് പോളും ഉണ്ടെങ്കിൽ നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മളൊരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഇങ്ങനെ ഇവിടെ സസ്പെൻഡ് ചെയ്തിടുകയാണ് അല്ലെങ്കിൽ തൂക്കിയിടുകയാണെങ്കിൽ ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിലേക്ക് തന്നെ പോകും. പക്ഷെ എവനോ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും. അപ്പൊ മൂന്നാമത്തെ പോയിന്റ്, ഇവിടെ ഉണ്ടായ അതേ കാര്യം തന്നെ ആയിരിക്കും ഫെറോമാഗ്നറ്റിക്കില്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡില് ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നമ്മൾ സസ്പെൻഡ് ചെയ്തിടുകയാണെങ്കിൽ അവൻ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ എവനും എന്താണ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും, പക്ഷെ എവനോ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് ഡയാമാഗ്നറ്റിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത പോയിന്റ് നോക്കാം. നാലാമത്തെ പോയിന്റ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ക്ലാസ്സിൽ ഇരിക്കുകയാണ്, ടീച്ചർ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ മൈൻഡില് ഇതൊന്നും വരുന്നില്ല. അതായത് ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണിത്.
ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ചാൽ സത്യത്തിൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ആണിത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരിക്കലും ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ അകത്തേക്ക് പോകത്തില്ല. ഓക്കെ, അതാണ് ആ പോയിന്റ് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഈ സബ്സ്റ്റൻസ് കൊണ്ട് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ കൂടി ഒരു മാഗ്നറ്റിക് ഫീൽഡും പാസ് ചെയ്യത്തില്ല, എല്ലാം റിപ്പൽ ചെയ്ത് പോകത്തേ ഉള്ളൂ. ഇങ്ങനെ വന്നിട്ട് ഇതിപ്പോ നേരെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, ഇവൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ റിപ്പൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അതാണ് ആ കാര്യം പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റില് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വരുമ്പോൾ നമുക്കറിയാം, എപ്പോഴും പറയുന്നു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. അവന്റെ ബ്രെയിനിൽ എല്ലാ കാര്യങ്ങളും കയറത്തില്ല, എന്നാൽ കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അവന്റെ മൈൻഡിൽ കയറും. ഓക്കെ, ചില കാര്യങ്ങൾ അവന്റെ മൈൻഡിൽ കാണും. അപ്പോ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കുക, ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളാണ് അവന്റെ മൈൻഡിൽ കയറുന്നത്, അല്ലെങ്കിൽ അവന്റെ മൈൻഡിൽ സ്റ്റോർ ആവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ. എന്നാൽ ഫെറോമാഗ്നറ്റിക് നമുക്കറിയാം അവന്റെ ഒരു എക്സലന്റ് സ്റ്റുഡന്റ് ആണ്. അവന്റെ ബ്രെയിനിനുള്ളിൽ ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യപ്പെടും. അതായത് ഇങ്ങനെയായിരിക്കും, എല്ലാ കാര്യങ്ങളും അവന്റെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടും. അപ്പൊ കാര്യം ഇതാണ്, അത് ഫിഗറിനെ മനസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് ഡെഫിനിഷൻ എഴുതുക. അപ്പൊ ഡെഫിനിഷൻ എങ്ങനെയാണ്? when this diamagnetic substance placed in a external magnetic field, the magnetic field will be repelled and field inside the material is reduced. അഥവാ ഈ മെറ്റീരിയലിനുള്ളിൽ എന്ത് കാണത്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് കാണത്തില്ല, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് കുറവായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഇതിനുള്ളിലുള്ളത് കുറവായിരിക്കും. എന്റെ മൈൻഡിൽ ഒരു കാര്യങ്ങളും സ്റ്റോർ ആവത്തില്ല, അല്ലെങ്കിൽ ഒരു കാര്യവും ടീച്ചർ പറയുന്ന ഒരു കാര്യങ്ങളും സ്റ്റോർ ആവത്തില്ല. എന്നാൽ പാരാമാഗ്നറ്റിക്കിന്റെ കേസിൽ കുറച്ച് കാര്യങ്ങൾ ഇവന്റെ മൈൻഡിൽ കൂടി കടന്നു പോകും, കുറച്ച് കാര്യങ്ങൾ അവന്റെ മൈൻഡിൽ സ്റ്റോർ ആവും. ഓക്കെ, അതാണ് പാരാമാഗ്നറ്റിക്. ഇനി ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ അവൻ എക്സലന്റ് സ്റ്റുഡന്റ് ആയത് കാരണം ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ ബ്രെയിൻ സ്റ്റോർ ആവുന്നുണ്ട്. ഓക്കെ, അതാണ് പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് തമ്മിലുള്ള വ്യത്യാസം. അത് നാലാമത്തെ പോയിന്റ് ആണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എളുപ്പമാണ്. പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ 1 ആൻഡ് നോട്ട് നെഗറ്റീവ്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം അറിവ് അവന്റെ ബ്രെയിനിൽ കൂടി പാസ്സായി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ മെറ്റീരിയൽ കൂടി എത്ര മാഗ്നറ്റിക് ഫീൽഡ് കടന്നുപോയി, അതാണ് പെർമിയബിലിറ്റി. അപ്പോ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ അകത്ത് കടന്നുപോയി, അതാണ് പെർമിയബിലിറ്റി. അത് 1-നേക്കാളും കുറവായിരിക്കും. അതായത് ഒരു അറിവ് വല്ലതും അവന്റെ കയ്യിൽ കിട്ടിയാലേ, ഒരു ചെറിയ അറിവ് ചിലപ്പോൾ അവന്റെ ബ്രെയിനിൽ സ്റ്റോർ ആയാലായി. അപ്പോ പെർമിയബിലിറ്റി 1-നേക്കാളും ചെറുതായിരിക്കും, പക്ഷെ നെഗറ്റീവ് ആവത്തില്ല. പാരാമാഗ്നറ്റിക്കിന്റെ കേസിൽ വരുമ്പോൾ അവന്റെ മനസ്സിൽ അല്ലെങ്കിൽ അവന്റെ ബ്രെയിനിൽ കുറച്ച് കാര്യങ്ങൾ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ പെർമിയബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇവന് 1-നേക്കാളും കുറവാണെങ്കിൽ ഇവൻ എങ്ങനെയായിരിക്കും? 1-നേക്കാളും കൂടുതലായിരിക്കും. കാരണം ഇവനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇവന്റെ മനസ്സിൽ കൂടി കടന്നു പോകും, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അവന്റെ ബ്രെയിനിൽ സ്റ്റോർ ആവും. അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നതിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയാ. അപ്പോ പെർമിയബിലിറ്റി 1-നേക്കാളും കൂടുതലായിരിക്കും. അതായത് പെർമിയബിലിറ്റി ഗ്രേറ്റർ ദാൻ 1. അപ്പൊ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനുള്ളിൽ കൂടി കടന്നു പോകും എന്ന കാര്യമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വരച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കേട്ടോ, മഞ്ഞ ലൈനിൽ ഉദ്ദേശിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എവന്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യത്തില്ല, എവന്റെ ഉള്ളിൽ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യും, ഇവിടെ എല്ലാ മാഗ്നറ്റിക് ഫീൽഡും ഇവനുള്ളിൽ കൂടി പാസ് ചെയ്യും. അപ്പൊ ഇവന്റെ കാര്യത്തില് പെർമിയബിലിറ്റിയുടെ കാര്യം നോക്കിയാൽ പെർമിയബിലിറ്റി വിൽ ബി ഹയർ, അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, ഹൈ വാല്യൂ ആയിരിക്കും പെർമിയബിലിറ്റിക്കുള്ളത്. അതായത് 1-നേക്കാളും ഒരു വലിയൊരു സംഖ്യ ആയിരിക്കും പെർമിയബിലിറ്റിക്കുള്ളത്. അതായത് ഇവിടെ കൂടെ കടന്നുപോയ മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും, അതിനല്ലേ പെർമിയബിലിറ്റി എന്ന് പറയാം. അപ്പൊ പെർമിയബിലിറ്റി ഹൈ ആയിരിക്കും, കൂടാതെ അത് പോസിറ്റീവും ആയിരിക്കും. പെർമിയബിലിറ്റി ഹൈ ആയിരിക്കും, കൂടാതെ പോസിറ്റീവ് ആയിരിക്കും. ഇവനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇവനിലൂടെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഇവന്റെ ഈ മെറ്റീരിയലിന്റെ ഉള്ളിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയാം. അപ്പൊ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുമ്പോൾ അവിടെ പെർമിയബിലിറ്റി കൂടുകയാണ്. ഓക്കെ, അപ്പൊ പെർമിയബിലിറ്റി ഈസ് ഹൈ, പെർമിയബിലിറ്റി കൂടുതലാണ്, അതുപോലെ പോസിറ്റീവുമാണ്. ഇവിടെ പെർമിയബിലിറ്റി 1-നേക്കാളും കൂടുതലായിരിക്കും, ഇവിടെ പെർമിയബിലിറ്റി 1-നേക്കാളും കുറവായിരിക്കും. എന്നാൽ നെഗറ്റീവും അല്ല, 0 വരെ പോവാം. 1-നും 0-ക്കും ഇടയ്ക്കായിരിക്കും വാല്യൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് പോയിന്റ്സും കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. 6ാമത്തെ പോയിന്റ് ഇതാണ്. മാഗ്നറ്റൈസേഷൻ ഈസ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. ആർക്ക്? ഡയാമാഗ്നറ്റിക്കിന് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പോയാൽ നമുക്കത് ആ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പതുക്കെ മാത്രമേ അത് മാഗ്നറ്റൈസ് ആവുള്ളൂ എന്നതാണ്. ഓക്കെ, എന്നാൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസ് നോക്കിയാൽ അവനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണോ, പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പൊ നമുക്ക് അവനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ആ ഉദാഹരണവും ഇവിടത്തെ കാര്യം കൂടെ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പൊ മാഗ്നറ്റൈസേഷൻ ഈസ് സ്ലൈറ്റ്ലി പോസിറ്റീവ്. ഇവനെ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാം, പക്ഷേ പാരാമാഗ്നറ്റിക്കിനെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ആരെക്കാളും ഡയാമാഗ്നറ്റിക്കിനെക്കാളും നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ വരുന്നത്. എന്നാൽ ഫെറോമാഗ്നറ്റിക്കിന്റെ കേസിലെ മാഗ്നറ്റൈസേഷൻ ഈസ് ഹൈലി പോസിറ്റീവ്. ഈ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമുക്ക് പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യാം. അതായത് മാഗ്നറ്റൈസേഷൻ ഈസ് ഹൈലി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ മാഗ്നറ്റൈസിങ് ഫീൽഡ് വെച്ചാൽ പോലും അവൻ പെട്ടെന്ന് മാഗ്നറ്റൈസ് ആയിക്കോളും. എന്നാൽ പാരാമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക്കിന്റെ അത്ര നമുക്ക് പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റില്ല. അവനെ കുറച്ച് പതുക്കെ മാത്രമേ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതാണ് 6ാമത്തെ പോയിന്റ് പറയുന്നത്. 7ാമത്തെ പോയിന്റ് കൈ. എന്താണ് കൈ എന്ന് പറഞ്ഞാൽ? സസെപ്റ്റബിലിറ്റി. സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസിലെ മാഗ്നറ്റിക് എഫക്റ്റ് അതില് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചു, ബെല്ലടിച്ചു, ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയി. ഡയാമാഗ്നറ്റിക് അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ലായിരുന്നു. ടീച്ചർ പോയതോടുകൂടി അവന്റെ മൈൻഡിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പോയി. അതായത് അവന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. അതായത് സസെപ്റ്റബിലിറ്റി അവിടെ കുറവായിരിക്കും. സസെപ്റ്റബിലിറ്റി സ്ലൈറ്റ്ലി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ റിട്ടൈൻ ചെയ്ത് വെക്കാനുള്ള ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കഴിവ് കുറവായിരിക്കും. അതായത് അവനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്താലും നമ്മൾ ആ മാഗ്നറ്റൈസിങ് ഫീൽഡിൽ നിന്നും ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ എടുത്തു മാറ്റുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ അവന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് എഫക്റ്റ് മൊത്തം നഷ്ടമാവും. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെച്ച് മാഗ്നറ്റൈസ് ചെയ്തു, എന്നിട്ട് ഉടൻ തന്നെ ആ സബ്സ്റ്റൻസിനെ എടുത്ത് മാറ്റുകയാണെങ്കിൽ അവന്റെ മാഗ്നറ്റിക് എഫക്റ്റ് ആ സെക്കൻഡിൽ തന്നെ ഇല്ലാതാവും. ഓക്കെ, ടീച്ചർ പഠിപ്പിച്ചു, ടീച്ചർ ക്ലാസ്സിൽ നിന്ന് വെളിയിൽ പോയി, അപ്പോ ആ സെക്കൻഡിൽ തന്നെ അവന്റെ മൈൻഡിലുള്ള എല്ലാ കാര്യങ്ങളും പോവുകയാണ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ അവൻ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോയാലും അവൻ എന്താണ്, അവന്റെ മൈൻഡിൽ ചില കാര്യങ്ങളൊക്കെ നിൽക്കും. എല്ലാ കാര്യങ്ങളും ഇല്ല, ചില കാര്യങ്ങള് പഠിപ്പിച്ച കാര്യങ്ങള് ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങള് കുറച്ചും കൂടി അവന്റെ മൈൻഡിൽ കാണും. അപ്പോ അവന് റിട്ടൈൻ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഡയാമാഗ്നറ്റിക്കിനേക്കാളും കൂടുതലായിരിക്കും പാരാമാഗ്നറ്റിക്. അപ്പോ കൈ ഈസ് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിരിക്കും പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് കുറവാണ്, അതുകൊണ്ട് നെഗറ്റീവ് എന്ന് എടുത്തു. ഇവന് കുറച്ചും കൂടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും, അതുകൊണ്ട് റീറ്റെയിൻ ചെയ്ത് വെക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് കൈയുടെ വാല്യൂ പോസിറ്റീവ് ആണെന്ന് പറയും. കൈ എന്ന് പറഞ്ഞാൽ സസെപ്റ്റബിലിറ്റി ആണ്. സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ റീറ്റെയിനിങ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ആണ്. മാഗ്നറ്റിക് ഫീൽഡിനെ റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള കഴിവാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. അപ്പോ ഇനി ഫെറോമാഗ്നറ്റിക്കിന്റെ കേസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ് പാരാമാഗ്നറ്റിക് എങ്കിൽ കൈയുടെ വാല്യൂ ഫെറോമാഗ്നറ്റിക്കില് ഹൈലി പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവൻ പഠിക്കുന്ന കുട്ടിയാണ്. ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ ബ്രെയിനിൽ സ്റ്റോർ ആയിട്ടുണ്ട്. ടീച്ചർ പോയാലും അവൻ ആ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഓർത്തു നോക്കിയാൽ അവൻ അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലായി കാണും, അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അവന്റെ മൈൻഡിൽ സ്റ്റോർ ആയി കാണും നോക്കാൻ പറ്റും. അതായത് അവന്റെ മനസ്സിൽ സ്റ്റോർ ചെയ്ത എല്ലാ കാര്യങ്ങളും അവന് റീറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളൊരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡിൽ നിന്നും ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ എടുത്തു മാറ്റിയാലും അവന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് എഫക്റ്റ് പോവത്തില്ല, പെട്ടെന്നൊന്നും പോവത്തില്ല. ഇവന് മാഗ്നറ്റിക് എഫക്റ്റ് പെട്ടെന്ന് പോവും. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എടുത്തു മാറ്റിയാൽ മാഗ്നറ്റിക് എഫക്റ്റ് ഇവന്റെ പെട്ടെന്ന് പോവും. എന്നാൽ ഇവന് കുറച്ചു നേരം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എന്ത്? മാഗ്നറ്റിക് എഫക്റ്റ്. എന്നാൽ ഇവന് കുറെ നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ മാഗ്നറ്റിക് എഫക്റ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് നമ്മൾ പേര് പറയും സസെപ്റ്റബിലിറ്റി. സസെപ്റ്റബിലിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ കൈ ആണ്. അപ്പോൾ ഇവന് കൈ നെഗറ്റീവ് ആയിരിക്കും, ഇവന് കൈ പോസിറ്റീവ് ആയിരിക്കും, ഇവനും കൈ ഹൈലി പോസിറ്റീവ് ആയിരിക്കും. കൂടുതൽ സമയം ഇവന് റിട്ടേൺ ചെയ്ത് വെക്കും. അതാണ് 7ാമത്തെ പോയിന്റ്. അടുത്ത 8ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഡയാമാഗ്നറ്റിക് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ടെമ്പറേച്ചർ കൂട്ടിയാലും ഒരു മാറ്റവും വരത്തില്ല. പാരാമാഗ്നറ്റിക്കിന്റെ കേസില് ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് അവന്റെ ഉള്ളിലെ മാഗ്നറ്റിക് എഫക്റ്റിലെ മാറ്റങ്ങളൊക്കെ വരാം. മാഗ്നറ്റിക് എഫക്റ്റിലൊക്കെ മാറ്റം വരാം. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കണ്ടീഷൻ എടുക്കാം. അതിലെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ് എന്ന് പറയുന്നത് അല്ലെ. ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ ചില പ്രോപ്പർട്ടീസിന് ചില മാറ്റങ്ങൾ വരും. അപ്പൊ അത് വെച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ റിലേഷൻ നമുക്ക് പറയാം. ഞാൻ പറയാൻ പോകുന്ന റിലേഷൻ ടെമ്പറേച്ചറും സസെപ്റ്റബിലിറ്റി കൈയും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ആ റിലേഷൻ നിങ്ങൾ നോക്കുക. ആ റിലേഷൻ ഇതാണ്: കൈ പ്രൊപ്പോർഷൻ ടു 1 by ടെമ്പറേച്ചർ അഥവാ T, 1 by T.
chi proportion to 1/t എന്ന് പറയുന്ന റിലേഷൻ. അതായത് chi എന്ന് പറയുന്ന സസെപ്റ്റബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സസെപ്റ്റബിലിറ്റി കുറയും എന്നതാണ് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഞാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ആ കോൺസ്റ്റന്റ് സി മ്യൂ 0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, സി ഇൻറ്റു മ്യൂ 0 ഡിവൈഡ് ബൈ ടി എന്ന് ഇക്വേഷൻ മാറി. chi ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി chi ഈസ് ഈക്വൽ ടു സി ഇൻറ്റു മ്യൂ 0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അവിടെ സി എന്ന് പറയുന്നത് ക്യൂറീസ് കോൺസ്റ്റന്റ് ആണ്. പിയറി ക്യൂറി ആണ് ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഈ റിലേഷൻ കണ്ടുപിടിച്ചത്. ഈ ലോയെ ക്യൂറീസ് ലോ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കോൺസ്റ്റന്റ് ക്യൂറീസ് കോൺസ്റ്റന്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. chi ഈസ് ഈക്വൽ ടു സി ഇൻറ്റു മ്യൂ 0 ഡിവൈഡ് ബൈ ടി എന്ന ഇക്വേഷനിലെ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ ക്യൂറീസ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു കണ്ടീഷൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ ടി. ടി എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചർ, എന്തിനേക്കാളും ഹൈ ടെമ്പറേച്ചർ? ക്യൂറീസ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടി സി എന്ന് പറയുന്ന ടെമ്പറേച്ചറിനേക്കാളും ഹൈ ടെമ്പറേച്ചർ ആയ ടി, അതായത് ക്യൂറീസ് ടെമ്പറേച്ചറിനേക്കാളും ഹൈ വാല്യൂ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ എത്തിയാൽ ഈ ഇക്വേഷൻ, കൈയുടെ ഇക്വേഷൻ എങ്ങനെ മാറും എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇക്വേഷൻ ആയിട്ട് മാറും. chi ഈസ് ഈക്വൽ ടു സി ഡിവൈഡ് ബൈ ടി മൈനസ് ടി സി എന്നാവും. കാരണം ടി ആണ് വലിയ വാല്യൂ, ടി സിയെക്കാളും വലിയ വാല്യൂ ആണ് ടി, ടി സിയെക്കാളും കൂടിയ വാല്യൂ ആണ് ടി. അപ്പോൾ ടി മൈനസ് ടി സി എന്ന് വരും. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ മാറുക? chi ഈസ് ഈക്വൽ ടു സി ഡിവൈഡ് ബൈ ടി മൈനസ് ടി സി. എന്താണ് ടി? ഇപ്പോ പ്രസന്റ് ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചർ, അതിനെയാണ് ടി എന്ന് പറഞ്ഞാൽ. ടി സി എന്ന് പറഞ്ഞാൽ ക്യൂറീസ് ടെമ്പറേച്ചർ ആണ്. സി എന്താണ്? ക്യൂറീസ് കോൺസ്റ്റന്റ് ആണ്. chi എന്ന് പറഞ്ഞാൽ സസെപ്റ്റബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ നമ്മൾ ഇതിനോടൊപ്പം കൂടെ പഠിക്കണം. പാരാമാഗ്നറ്റിലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചറും സസെപ്റ്റബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആര് പറയുന്നുണ്ട്? പിയറി ക്യൂറി പറയുന്നുണ്ട്. പിയറി ക്യൂറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറയുന്നുണ്ട്. ആ റിലേഷനിൽ നമ്മളൊരു കോൺസ്റ്റന്റ് കിട്ടി. ആ കോൺസ്റ്റന്റ് നമ്മൾ ക്യൂറീസ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ക്യൂറീസ് ടെമ്പറേച്ചറിനേക്കാളും കൂടിയൊരു വാല്യൂ അല്ലെങ്കിൽ കൂടിയൊരു ടെമ്പറേച്ചർ വരാണെങ്കിൽ അവിടെ മറ്റൊരു ഇക്വേഷൻ കൂടെ വരുമെന്ന് ഓർക്കുക. chi ഈസ് ഈക്വൽ ടു സി ഡിവൈഡ് ബൈ ടി മൈനസ് സി എന്ന് പറയുന്ന ഇക്വേഷൻ. അവിടെ ടി എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചർ, എത്രയാണോ ഹൈ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിനാണ് ടി എന്ന് പറയുന്നത്. ടി സി എന്ന് പറഞ്ഞാൽ ക്യൂറീസ് ടെമ്പറേച്ചർ. ഓക്കെ, ഫെറോമാഗ്നറ്റിന്റെ കേസിലും ഫെറോമാഗ്നറ്റിക് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡന്റ് ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ ചില പ്രോപ്പർട്ടീസിൽ ചില മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പൊ അതാണ് 8ാമത്തെ പോയിന്റ്. ഇനി 9ാമത്തെ പോയിന്റ് നോക്കിയാൽ ലാസ്റ്റ് റിസൾട്ട് വന്നു, പ്രോഗ്രസ് റിപ്പോർട്ട് വന്നു. അപ്പോൾ ഡയാമാഗ്നറ്റിക് തോറ്റു. അതായത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, അതിന് നമുക്ക് ഫുൾ മാർക്കായിട്ട് നമുക്ക് നോക്കാം. ഫുൾ മാർക്ക് അവന് 0 ആയി പോയി എന്നതാണ് നമുക്ക് പറയാം. അപ്പോൾ മാർക്കിനെ നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് 0 ആയി പോയി. പക്ഷേ പാരാമാഗ്നറ്റിക്കിന്റെ കേസിൽ നമുക്കറിയാം, അവൻ ആദ്യമേ ചെറുതായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ചെറിയ രീതിയിൽ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ് പാരാമാഗ്നറ്റിക്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, അവൻ എന്തായിരുന്നാലും 0 മാർക്ക് കിട്ടത്തില്ല. അവൻ എന്തായാലും 1 മാർക്കിൽ കൂടുതൽ എന്തായിരുന്നാലും കിട്ടുമെന്ന് നമുക്കറിയാം. അവൻ ഒരിക്കലും 0 മാർക്ക് അവന് കിട്ടത്തില്ല. കാരണം അവൻ എന്തെങ്കിലും അവൻ ആ വർഷം മുഴുക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഒരിക്കലും 0 ആവത്തില്ല. ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ നമുക്ക് ആനുവൽ പരീക്ഷയുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്താൽ അവൻ ഒരിക്കലും 0 മാർക്ക് കിട്ടത്തില്ല എന്നതാണ് അർത്ഥം. ഓക്കെ, ഒരിക്കലും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് 0 ആവത്തില്ല. ഓക്കെ, ഫെറോമാഗ്നറ്റിക് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും പറയാം, ആനുവൽ പരീക്ഷയുടെ മാർക്ക് അവൻ ഒരിക്കലും 0 ആവത്തില്ല. ആനുവൽ പരീക്ഷയുടെ മാർക്കിനെ നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഒരിക്കലും ഫെറോമാഗ്നറ്റിക്കിന് 0 ആവത്തില്ല എന്ന പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഈ ഡയാമാഗ്നറ്റിക്കിനും പാരാമാഗ്നറ്റിക്കിനും ഫെറോമാഗ്നറ്റിക്കിനും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കോപ്പർ, ലെഡ്, NaCl തുടങ്ങിയവയൊക്കെയാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ നോക്കിയേ, അലുമിനിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവയൊക്കെയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ അത്രയും സ്യൂട്ട് ആവുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? അലുമിനിയം, സോഡിയം, പൊട്ടാസ്യം. പാരാമാഗ്നറ്റിക്കിന്റെ കേസാണ് പറയുന്നത്. ഫെറോമാഗ്നറ്റിക്കിന്റെ സബ്സ്റ്റൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവന് എക്സാമ്പിൾ ആയിട്ട് പറയാം അയൺ, കൊബാൾട്ട്, നിക്കൽ തുടങ്ങിയവയ്ക്ക് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. ആ ഓരോ കാര്യങ്ങൾക്കും ഓരോ കണ്ടീഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ 10 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ 10 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.